വിവാദങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ദേവസ്വം SP കൂടി സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. അവിടെ സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തുന്നുണ്ട്. കാരണം സ്ട്രോങ് റൂമിൽ ഈ സാധനങ്ങളൊക്കെ സുരക്ഷിതമായി ഉണ്ട് എന്നാണല്ലോ എൻ വാസു ഒക്കെ പറഞ്ഞത്. അതെ, അതിനൊപ്പം തന്നെ ദ്വാരപാലക പാളികളും ഒക്കെ പരിശോധിച്ചു എന്നാണ് പറയുന്നത്. ദേവസ്വം വിജിലൻസ് സംഘവും സന്നിധാനത്ത് നേരത്തെ എത്തിയിരുന്നു. വിവരങ്ങൾ നൽകാൻ നന്ദുഷ ചേരുന്നുണ്ട്. നന്ദുഷ, പരിശോധന പൂർത്തിയായിട്ടുണ്ടോ? ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് വിജിലൻസിന്റെ പ്രത്യേക സംഘം ദേവസ്വം SP നേതൃത്വത്തിൽ സന്നിധാനത്തേക്ക് എത്തുന്നത്. സന്നിധാനത്തെ താൽക്കാലിക സ്ട്രോങ് റൂമാണ് പരിശോധന നടത്തിയത്. ഈ പ്രാധാന്യം കുറഞ്ഞ ശബരിമലയിലെ സ്വത്തുവകകൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഈ താൽക്കാലിക സ്റ്റോറൂം. പ്രധാന സ്റ്റോറൂം പ്രവർത്തിക്കുന്നത് ആറന്മുള ക്ഷേത്രത്തോട് ചേർന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ സന്നിധാനത്തോട് ചേർന്ന്, അതായത് ശ്രീകോവിലേക്ക് ചേർന്ന ആ കട്ടളയുടെ സ്വർണം പൂശിയ പഴയ ഭാഗം ഉൾപ്പെടെയുള്ളത് സൂക്ഷിച്ചിരിക്കുന്നത് സന്നിധാനത്തെ സ്റ്റോർ റൂമിലാണ്. ഈ പാളികൾ ഉൾപ്പെടെയാണ് പരിശോധിച്ചത്. അതോടൊപ്പം സെപ്റ്റംബർ മാസം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസ് വഴി അറ്റകുറ്റപ്പണി പൂർത്തിയായി കൊണ്ടുവന്ന സ്വർണ്ണപ്പാളികളും വിജിലൻസ് സംഘം പരിശോധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതീവ രഹസ്യമായിട്ടുള്ള നീക്കമായതിനാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കൂടുതൽ വിശദാംശങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഏതായാലും പരിശോധന പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് രാവിലെ പൂർണ്ണമായും പരിശോധന പൂർത്തിയാക്കി വിജിലൻസ് സംഘം മല ഇറങ്ങിയിട്ടുണ്ട്. അവർ ആറന്മുള എത്തി. ആറന്മുളയിലെ സ്റ്റോർ റൂം പരിശോധിക്കാനുള്ള ഒരു സാധ്യത നിലവിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധനയുമായി ദേവസ്വം വിജിലൻസ് മുന്നോട്ട് പോകുന്നത്. ഈ പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കുമായിരിക്കും അല്ലേ? അതെ, തീർച്ചയായും റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കാനുള്ള നീക്കമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആറന്മുള ക്ഷേത്രത്തിലെ പ്രധാന സ്റ്റോർ റൂമിൽ കൂടെ പരിശോധന നടത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ നിലവിൽ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയിട്ടുള്ള സ്വർണ്ണപ്പാളികൾ മാത്രമാണ് പരിശോധിച്ചത്. അതോടൊപ്പം ശബരിമലയിൽ മുൻപ് അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി മാറ്റിവെച്ചിട്ടുള്ള പഴയ ഭാഗങ്ങളുണ്ട്. കട്ടളയുടെ ഉൾപ്പെടെ പഴയ തേക്കിൻ തടിയിൽ നിർമ്മിച്ച പുതിയ കട്ടളയ്ക്ക് പകരമായി മുൻപുണ്ടായിരുന്ന കട്ടളയുണ്ടായിരുന്നു. ആ കട്ടളയുടെ അടക്കം പരിശോധനയാണ് ഇപ്പോൾ നടത്തിയത്. ആ ഭാഗങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുകയാണ് നിലവിലത്തെ പരിശോധനയുടെ ലക്ഷ്യം വെക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ അവിടെ നിന്ന് മാറ്റിപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും കൂടി പരിശോധിക്കുക എന്നുള്ളതായിരുന്നു ദേവസ്വം വിജിലൻസിന്റെ ലക്ഷ്യം. ഏതായാലും പരിശോധന പൂർത്തിയായി അവർ സന്നിധാനത്ത് നിന്ന് പമ്പയിലേക്ക് ഇറങ്ങി എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ശരി നന്ദുഷ.